പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ബ്ലാക്ക് ബെറീസിൻ്റെ ഒരു തോട്ടം എന്ന് തന്നെ പറയാം. ഇത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ UK-ൽ ഒരു 1-2 മാസത്തേക്ക് ഈ ബ്ലാക്ക് ബെറീസ് നമ്മുടെ വേലി സൈഡ് അല്ലെങ്കിൽ എല്ലാ വീടുകളുടെ ബാക്കിൽ ഒക്കെ കാണുന്നതാണ് കേട്ടോ. ഇത് നമുക്ക് ആർക്ക് വേണമെങ്കിലും പറിക്കാം, റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ഇത് ഞാനിത് പറിച്ച് വെച്ചതാണ്. ഇതൊക്കെ ഇത്രയും പറിച്ചു. ഇത് പറിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ, അതെ മുള്ള് കണ്ടോ. അപ്പോൾ നമ്മൾ മുള്ള് ഇങ്ങനെ വകഞ്ഞ് മാറ്റിയിട്ട് വളരെ പതുക്കെ ഇത് പറിച്ചെടുക്കണം, ഇതുപോലെ. പിന്നെ ഇത് പഴുക്കുന്നതിന് മുൻപ് ഇതിങ്ങനെ ചുമന്ന നിറത്തിലിരിക്കും, അതിന് മുൻപ് പച്ച നിറത്തിൽ. അപ്പോൾ പച്ച ചുമപ്പ് ഇത് പാകമായി കഴിയുമ്പം ഈ ബ്ലാക്ക് നിറത്തിലാണുള്ളത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ നല്ല ഔഷധ ഗുണങ്ങളുള്ളതാണ്. ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, പിന്നെ ഫൈബർ കണ്ടൻ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഡൈജഷനൊക്കെ ഒരുപാട് നല്ലതാണ്. വിറ്റമിൻ C ഉണ്ട്. പിന്നെ നമ്മുടെ ഡയബറ്റിക് പേഷ്യൻസിന് ഇത് ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ളൊരു ബെറിയാണ്. ബെറീസ് എല്ലാം അതുപോലെ തന്നെയാണ്. അപ്പോൾ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാനായിട്ട് നല്ല ഹെൽപ്പ് ചെയ്യും. അതുകൂടാതെ നിരവധി ആൾക്കാർ ഇതിൻ്റെ ജ്യൂസ് ഉണ്ടാക്കുന്നു, സ്മൂത്തി അടിക്കുന്നു, ജാം. അത് ജാം ഉണ്ടാക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറച്ച് ഷുഗർ ചേർക്കണമല്ലോ, അപ്പോൾ അത്ര ഒരു ഹെൽത്തി അല്ല. പിന്നെ ഡയബറ്റിക് ഒക്കെ ഇല്ലാത്തവർക്ക് ജാമൊക്കെ ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ വൈൻ ഉണ്ടാക്കുന്നുണ്ട്. ആർക്ക് വേണമെങ്കിലും പറിക്കാമല്ലോ. അപ്പോൾ ഈ ഒരു 2-3 മാസത്തേക്ക് ഇഷ്ടം പോലെ ആൾക്കാർ ഇത് പറിച്ച് അവരവർക്ക് പറ്റുന്ന രീതിയിൽ പല കാര്യങ്ങളും ഇതുകൊണ്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ അല്ലേ നല്ല സന്തോഷമല്ലേ. നമ്മുടെ നാട്ടിലൊന്നും ഇത് കണ്ടിട്ടില്ലല്ലോ. അപ്പം അത് ഒരു ഇലയിൽ പറിച്ചതാണ് കേട്ടോ. അതുപോലെ തന്നെ വേറൊരു ബെറീസ് അല്ല, അതൊരു ഹോത്തോൺ എന്നാണ് അതിൻ്റെ പേര്. ശരിക്കും കഴിക്കുന്നത് ആരും നമ്മൾ കണ്ടിട്ടില്ല. ഇങ്ങനെ ഉണ്ടായി കിടക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ ഒരു ചെടി നിറയെ ഇത് ഹോത്തോൺസ് കൊണ്ട് മൂടപ്പെട്ടിരിക്കുവാണ്. അപ്പോൾ ഇത് നോക്കിയ ഈ ബെറീസൊക്കെ കണ്ടോ, ഇത് നിറയെ ബെറീസാണ്. ബ്ലാക്ക് ബെറി കണ്ടില്ലേ, ഇതൊക്കെ നിറയെ ബ്ലാക്ക് ബെറീസാണ്. ഇത് പറിച്ചെടുക്കണമെങ്കിൽ ഒരു 10-12 പേര് നമ്മൾ കൊയ്യാനൊക്കെ പോകത്തില്ലേ, അതുപോലെ ഇറങ്ങുവാണെങ്കിൽ കുറേ പറിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇനിയും ഇതുപോലെ തന്നെ ഉള്ള ചെറിയ ചെറിയ വീഡിയോസും പുതിയ ഫ്രൂട്ട്സും പുതിയ പൂക്കളൊക്കെ ആയിട്ട് ചേച്ചി വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ. ചേച്ചി അകത്തോട്ട് കയറി. എന്താ അടുത്ത ഒരു പ്ലംസ് കിട്ടിയിട്ടുണ്ട്. അതും നല്ല മഞ്ഞ നിറത്തില്, ഒരു നെല്ലിക്ക വലിപ്പമുള്ളൂ അല്ലേ. നെല്ലിക്ക അയ്യോ തൊട്ടാ പോരുവാണ് താഴേക്ക്. പക്ഷെ ഇതൊന്നും പറിച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നമാവുമെന്ന് അറിയാത്തതുകൊണ്ട് നമ്മൾ പറിക്കുന്നില്ല കേട്ടോ. എനിക്ക് നിറയെ ഉണ്ട് മഞ്ഞ നിറത്തില്. അയ്യോ എന്ത് രസാണോ സിജി, ഇഷ്ടായോ? പിന്നെ നമ്മളിങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ താഴേക്ക് പോകണേ. ഒന്ന് കുലിക്കാൻ താഴെ വീഴും. എന്തായാലും താഴെ പോണം. ഒന്ന് കഴിച്ചു നോക്കിയാലോ, ഒന്ന് തുടച്ചിട്ട്. മധുരം, അടിപൊളി മധുരം. നീടാ സൂപ്പർ സൂപ്പർ. അടുത്തൊരു ഫ്രൂട്ട് കിട്ടി നമുക്ക്. സിജി, എന്ത് ഫ്രൂട്ടാ സിജി ഇത്? പേര്. നമ്മുടെ നാട്ടിൽ പണ്ടൊക്കെ സബർ ജെല്ലി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നെന്ന് തോന്നുന്നതിന്. പക്ഷെ ഇതിവിടെ മിക്ക വീടുകളിലുണ്ടത്. സിജിയുടെ വീട്ടിലുണ്ടോ സിജി? പക്ഷെ ഈ വേറൊരു ഫ്രൂട്ട് ഞങ്ങൾ കണ്ടു, നമ്മളധികം കാണാൻ കിട്ടിയിട്ടില്ല കേട്ടോ. പീച്ച് അല്ലേ? നമുക്കങ്ങനെ അധികം നമ്മുടെ വീടുകളിൽ കണ്ടിട്ടില്ല. ഇതാണ് പീച്ച്. ഇത് ഞങ്ങളുടെ നെയ്ബറിന്റെ വീട്ടിലുണ്ട് ചേച്ചി, നമുക്ക് ഇന്നലെ കേട്ടിട്ട് വന്നില്ലേ. ഓക്കെ. അപ്പോൾ അങ്ങനെ പീച്ചും മരവും ഫ്രൂട്ട്സും കാണാൻ പറ്റി. പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ മുത്തുകൾ കളക്ട് ചെയ്യുന്നത് ഓർക്കണ്ടോ, മാല കോർക്കാനായിട്ട്. ഇത് അതിന് ശരിക്കും നമ്മുടെ ചേച്ചി ഈ മഞ്ചാടിക്കുരു ഒക്കെ നമ്മള് താഴത്തെ വീണ് പറക്കും. അതെ അതൊക്കെ കൂട്ടിയേക്കണ ഒരു സംഭവം പോലെ. മഞ്ചാടിക്കുരു, കുന്നിക്കുരു, അല്ലെങ്കിൽ മാലയുടെ മുത്തുകള് അതുപോലെ ഇരിക്കുന്നു. ഇതിന്റെ വേറെ 2-3 കളേഴ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്നൊന്ന് കടും ചുമപ്പുണ്ട്. ഇതൊക്കെ മണിമുത്തുകള്. മഞ്ഞുണ്ടാവും. അങ്ങനെ അടിപൊളി സൂപ്പർ. എൻ്റെ സിജി, എന്തോ സിജി കാണുന്നേ. ഇതിന്റെ വലിപ്പം കണ്ടോ അല്ലേ? സൂര്യകാന്തി ആണെങ്കിലും അതിന്റെ ഒരു സ്ട്രക്ചർ കണ്ടോ. സൂപ്പർ അല്ലേ. എത്ര ഉണ്ട്? അവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെ ഉണ്ട്. അതെ. ഇത് ചെറുത്, അത് പക്ഷേ വേറൊരു ഇതല്ലേ, വേറെ ടൈപ്പാണ്. ഹലോ കൂട്ടുകാരെ, ഞങ്ങൾ
ഒരു ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ നടക്കാൻ പോയേ. അപ്പോൾ ദേ വേറെയും കുറേ ഫ്രൂട്ട്സ്. ഇതിൻ്റെ പേര് എൽഡർ ബെറി, ബെറീസിൽ പെട്ടത് തന്നെയാണ്. പക്ഷെ അങ്ങനെ സാധാരണ നമുക്ക് കാണാൻ കിട്ടാറില്ല കേട്ടോ. വേണ്ട, ഇത് ഇങ്ങനെയാണത് വരുന്നത്. അങ്ങനെ കടകളിലൊന്നും അങ്ങനെ നമ്മൾ അത്ര കണ്ടിട്ടില്ല. അതിൻ്റെ കൂടെ തന്നെ അതെ പ്ലംസ് പിന്നെ റോഡ് സൈഡിൽ ഇങ്ങനെ ഉണ്ടായി കിടക്കുന്നതേ ഇഷ്ടം പോലെ ഉണ്ട്. നോക്കിയാൽ വേറൊരു സൈസ് പ്ലംസ്. നമ്മുടെ നാട്ടിൽ മാങ്ങയും അമ്പഴങ്ങയൊക്കെ കിടക്കത്തില്ലേ, അതുപോലെ ഇതൊന്നും ആരും പറക്കില്ല. ഇതിങ്ങനെ വെറുതെ കടന്നു പോകുള്ളൂ അല്ലേ സിജി? വെറുതെ കടന്നു പോകുള്ളൂ. നോക്കിയാൽ താഴെ നോക്കിയേ, ഇതുണ്ടോ താഴെ മൊത്തം ഇത് വീണ് കിടക്കുക. ഇവിടെ ആരും പറക്കില്ല, ഇവർക്കൊക്കെ ഇത് കാണാനാണ് ഇഷ്ടം. ഇതുണ്ടോ അവിടെ ഉണ്ട് ഇഷ്ടം പോലെ. അങ്ങനെ എൽഡർ ബെറിയും പിന്നെ എന്തൊക്കെയാ സിജി പ്ലംസും ആയിട്ട് ഇതൊരു നമ്മുടെ നാട്ടിൽ വേലി എന്നൊക്കെ പറയില്ലേ, റോഡിന് സൈഡിലുള്ള വേലിയാണ് ഈ കാണുന്നത്. നിറയെ പ്ലംസും എൽഡർ ബെറിയും ഒക്കെ ആയിട്ട് ഒരു സൂപ്പർ കാഴ്ച. പറഞ്ഞാൽ നമ്മുടെ ഒരു ആര്യവേപ്പിൻ്റെ ഒരു സ്ട്രക്ചർ അല്ലേ സിജി ഇത്? അല്ലെങ്കിൽ വേറെ എന്തിൻ്റെയാ? ഇരുമ്പം പുളിയോ? നല്ലൊരു മരമാണതേ. പക്ഷേ ഉണ്ടല്ലോ അതിൻ്റെ പൂ നോക്കിയേ, ഇത് നമ്മുടെ ഈ എന്ത് പൂവിനോട് പിന്നെ ഉപമിക്കാം? ഇത് കണ്ടോ, ഇതാണ് അതിൻ്റെ പൂവ്. നമ്മുടെ കോഴിവാലൻ ചെടിയില്ലേ അതിൻ്റെ ഒരു പക്ഷെ കളർ അതല്ല. ഇതൊരു സൈസ് ഒരു പിങ്കും അല്ല മെറൂണും അല്ല അല്ലേ? ഞങ്ങൾ കണ്ടിട്ടില്ല കേട്ടോ ഇത്. അതെ 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 അതെ. എന്തായാലും കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലാന്റ്സ് നമ്മുടെ ഈ വീഡിയോ കൂടെ ഒന്ന് കാണിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ.